ലൈഫിലെ എക്സസൈസിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഒരുപാട് വലുതാണ്. പക്ഷെ പലർക്കും പലപ്പോഴും എക്സസൈസ് ചെയ്യാനൊന്നും സമയം കിട്ടാറില്ല, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവാറില്ല. എന്നാൽ ഈസി ആയിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് ആക്ടിവിറ്റീസിലൊക്കെ കുറച്ച് സമയം കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റീസ് ഒക്കെ എക്സസൈസ് ആയിട്ട് മാറ്റാനായിട്ട് പറ്റും. അങ്ങനെ നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസ് പോലെയുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് എന്നൊന്ന് നോക്കാം. ചില ആളുകൾക്ക് ഓഫീസിൽ പോകുന്നത് കൊണ്ടൊക്കെ ആയിരിക്കാം നമുക്ക് എക്സസൈസ് ചെയ്യാനായിട്ട് പ്രോപ്പർ സമയം കിട്ടാത്തത്. സോ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ലിഫ്റ്റ് പോകുന്ന നമ്മളുടെ ഓഫീസിലെ ബിൽഡിങ്ങിലുള്ള ലിഫ്റ്റ് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റെയർ കയറാനായിട്ട് ഏറ്റവും കൂടുതൽ ശ്രമിക്കുക. നമ്മുടെ ബോഡി ആണെങ്കിലും മസിൽസ് ആണെങ്കിലും ഒക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാനായിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒരു കാര്യമാണ് ലിഫ്റ്റ് കട്ട് ചെയ്തിട്ട് സ്റ്റെയർ കയറുന്നത്. അതുപോലെ തന്നെ ഒരുപാട് കാലറി ബേൺ ചെയ്യാനും ഇത് സഹായിക്കും. വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് സ്റ്റെയർ കയറാൻ പറ്റിയില്ല എന്നിരിക്കും അല്ലേ. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മീറ്റിംഗ്സോ മറ്റ് കോൾസോ ഒക്കെ വരുന്ന സമയത്ത് ഇരുന്നായിരിക്കുമല്ലോ ഇത് അറ്റൻഡ് ചെയ്യുന്നത്. സോ ഇരുന്ന് അറ്റൻഡ് ചെയ്യാണ്ടാത്ത കുറച്ച് കോൾസ് ഒക്കെ ഉണ്ടാവുമല്ലോ. ആ സമയത്ത് നന്നായിട്ട് വീടിൻ്റെ എല്ലാ ഭാഗങ്ങളിലൂടെയും നടന്നോ, അല്ലെങ്കിൽ വീടിന് പുറത്തേക്ക് ഇറങ്ങി നടന്നോ ഒക്കെ അത്തരത്തിലുള്ള കോൾസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഇതും നല്ലൊരു എക്സസൈസ് ആണ്. കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് വർക്ക് ചെയ്യുന്നതിന് പകരമായിട്ട് കോൾസ് ഒക്കെ വരുമ്പോൾ ഒന്ന് സംസാരിച്ച് ജസ്റ്റ് ഒരു വാക്ക് ഒക്കെ ചെയ്തതിന് ശേഷം മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഷോപ്പിംഗ് മാളുകളിലോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിലോ ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞ് എക്സസൈസ് എന്ന് പറയുന്നത്, അവിടെയുള്ള ആ ഫ്ലോർ ഫുള്ള് നടക്കുക എന്നുള്ളതാണ്. വെറുതെ നടക്കുകയല്ല, നമ്മുടെ കയ്യിൽ അതിൻ്റെ ഒരു ബാസ്ക്കറ്റ് എടുത്ത് അത്യാവശ്യം വെയിറ്റുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കുറച്ച് നേരം ഹോൾഡ് ചെയ്തുകൊണ്ട്, നമ്മൾ രണ്ട് കയ്യിലും മാറി മാറി ഹോൾഡ് ചെയ്തുകൊണ്ട് നടക്കുന്നത് വളരെ നല്ലൊരു എക്സസൈസ് ആണ്. നമ്മൾ ഡെയിലി നടക്കുന്നതിൻ്റെ ഒരു ഗുണം ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. സോ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അങ്ങനെ ഓരോ സെക്ഷനിലും ആവശ്യമില്ലെങ്കിലും പോയി നടന്ന് വെറുതെ കാണുന്നത് നമുക്ക് എൻ്റർടൈനിങ്ങും ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് വളരെയധികം നല്ല ബോഡിക്ക് നല്ല എക്സസൈസും കിട്ടും. കാറിലൊക്കെ ഡ്രൈവ് ചെയ്ത് യാത്ര ചെയ്യുന്ന ആളുകളുണ്ടാവും, ഓഫീസിലേക്കാണെങ്കിലും ഷോപ്പിങ്ങിനാണെങ്കിലും എവിടെയാണെങ്കിലും അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഡെയിലി മടിയായിരിക്കും നടക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ആ മടിയൊക്കെ മാറ്റി കുഞ്ഞ് എക്സസൈസ് കിട്ടാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മൾ പാർക്ക് ചെയ്യുമ്പോൾ കാറ് ഓഫീസിൽ നിന്ന് നല്ല ദൂരത്തിൽ പാർക്ക് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ പാർക്കിങ്ങിൻ്റെ നമുക്ക് നടക്കാൻ പറ്റുന്നത്ര, അത്യാവശ്യം ഒരു 500 മീറ്ററെങ്കിലും നടക്കാൻ പറ്റുന്ന അകലത്തിൽ കാർ പാർക്ക് ചെയ്യുക. അങ്ങനെ പാർക്ക് ചെയ്തതിന് ശേഷം കാറിൽ നിന്ന് എഴുന്നേറ്റ് അത്രയും ദൂരം നടക്കുകയും തിരിച്ച് കാറിലേക്ക് നടക്കുകയും ചെയ്യുന്ന ആ ഒരു നടത്തം വളരെ നല്ലതാണ്. നമ്മുടെ ബോഡിക്ക് വളരെ ഒരു ഗുണം ചെയ്യുന്ന രീതിയിലുള്ളതായിരിക്കും ആ നടത്തം. സോ അങ്ങനെ ചെയ്യുന്നതും നല്ലതാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വീട്ടിലൊരു പെറ്റിനെ വളർത്തുക. വെറുതെ പെറ്റിനെ വളർത്തിക്കൊണ്ട് എന്താ ഗുണം എന്നായിരിക്കും. നമ്മൾ രാവിലെ ഇപ്പോൾ ഒരു ഡോഗിനെയൊക്കെയാണ് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ, ആ ഡോഗിനെയും കൊണ്ട് രാവിലെ ഒരു മോർണിംഗ് വാക്കിനൊക്കെ പോകുന്നത് നമുക്കും നല്ലതാണ്, അതുപോലെ തന്നെ ഡോഗിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ്. സോ നമുക്ക് എന്തായാലും ഒരു പെറ്റ് വീട്ടിലുണ്ടെങ്കിൽ അതിനെ കെയർ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടെങ്കിലും നമ്മൾ ദിവസവും രാവിലെ നടക്കാനായിട്ട് ഇറങ്ങേണ്ടി വരും. സോ അങ്ങനെ മോർണിംഗ് വാക്ക്, നമ്മുടെ പെറ്റിനെയും കൊണ്ടുള്ള ഒരു മോർണിംഗ് വാക്കും വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. അങ്ങനെ ചെയ്യാനും നമുക്ക് നോക്കാം. ചെറിയ ചെറിയ മൂവ്മെന്റ്സ് ഉള്ള ചെറിയ ചെറിയ ഡാൻസ് സ്റ്റെപ്സ് ഒക്കെ നമ്മൾ വീട്ടിൽ വെറുതെ നിൽക്കുമ്പോൾ ചെയ്യാം. അതായത് നമ്മൾ കുക്കിംഗ് ചെയ്യുമ്പോൾ, വാഷ് ചെയ്യുന്ന സമയത്ത്, അങ്ങനെ ചെറിയ ചെറിയ നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ പാട്ടൊക്കെ കേട്ട് ചെറിയ മൂവ്മെന്റ്സ് ഒക്കെ ബോഡിക്ക് കൊടുക്കുന്നത് നല്ലൊരു എക്സസൈസ് തന്നെയാണ്. പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ കുക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും ചെറിയ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ഡാൻസ് സ്റ്റെപ്പുകളൊക്കെ നമുക്ക് ചെയ്യാം. അതുപോലെ വാഷ് ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഇങ്ങനെ നമ്മൾ ബോഡിയൊക്കെ നന്നായിട്ട് മൂവ് ചെയ്യുന്നത് നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് തരുന്ന കാര്യമാണ്. വൈകുന്നേര സമയത്ത് തിരിച്ച് വീട്ടിലെത്തി കഴിയുമ്പോൾ നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകളായിരിക്കും കൂടുതൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് ചേർന്ന് എന്തെങ്കിലും കുറച്ചുകൂടെ ആക്റ്റീവായിട്ടുള്ള ഗെയിംസ് കളിക്കാം. പ്രത്യേകിച്ച് ഷട്ടിൽ ബാറ്റ് കളിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഫുട്ബോൾ കളിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ അവർ എല്ലാവരും കൂടെ കൂടിയിരുന്നിട്ട് ചെസ്സ് കളിക്കുന്നത്. അങ്ങനെ നമുക്ക് ബ്രെയിൻ ആണെങ്കിലും നമ്മുടെ ഫിസിക്കൽ ബോഡിക്ക് ആണെങ്കിലും ഒക്കെ നല്ല രീതിയിലുള്ള എക്സസൈസുകൾ കിട്ടുന്ന ഗെയിം സെക്ഷനിൽ നന്നായിട്ട് ആക്റ്റീവ് ആകുന്നതൊക്കെ നല്ലതാണ്. എക്സസൈസിന് തുല്യമായിട്ട് നിൽക്കുന്ന ഒരു കാര്യം കൂടിയാണ്. പിന്നെ നമ്മളിപ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സീരീസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നന്നായിട്ട് ജസ്റ്റ് ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ബോഡി കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കാനായിട്ട് അത് സഹായിക്കും. ഇതുകൂടാതെ നമ്മൾ ഓഫീസിൽ ഇപ്പോൾ കുറേ നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്ക് സീറ്റിലിരുന്ന് കൊണ്ടുള്ള കുറേ എക്സസൈസുകൾ ചെയ്യാൻ പറ്റും. അതുകൂടാതെ എഴുന്നേറ്റ് നിന്ന് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യാനായിട്ട് പറ്റും. കുറേ ഓഫീസ് എക്സസൈസുകൾ ഉണ്ട്. അത്തരത്തിൽ ആരെയും ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിലുള്ള ഓഫീസ് എക്സസൈസുകളൊക്കെ ചെയ്യുന്നത് നമ്മുടെ ബോഡിക്ക് നല്ലതാണ്. ഇതുകൂടാതെ ലഞ്ചിന് ശേഷം
ശേഷം നമുക്ക് ലഞ്ച് ബ്രേക്ക് എന്ന് പറഞ്ഞ് കുറച്ച് ടൈം ഉണ്ടാവുമല്ലോ. ആ ടൈമിൽ ലഞ്ച് കഴിച്ചതിന് ശേഷം നേരെ പോയി സീറ്റിലിരിക്കാതെ ഒരു 5-10 മിനിറ്റ് ഒന്ന് നടന്നതിന് ശേഷം നമ്മുടെ സീറ്റിൽ വന്നിരിക്കുന്നതും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഡെയിലി ലൈഫിൽ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഇത്ര സമയം കണ്ടുപിടിക്കാനില്ലെങ്കിലും നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെയൊക്കെ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എക്സസൈസ് കൊടുക്കാവുന്നതാണ്. സോ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി മുതൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.